നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക റെസിപ്പിയാണ്. മീനില്ലാതെ എങ്ങനെ മീൻകറി വെക്കാം. പക്ഷേ മീൻകറിയേക്കാൾ വെല്ലുന്ന രുചിയാണ് താനും. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനാവശ്യമായിട്ട് ഒരു മൺചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചൂടാക്കിയതിന് ശേഷം 10 ചെറിയ ഉള്ളിയും 2 നീളത്തിൽ മുറിച്ച പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 3 മിനിറ്റോളം വഴറ്റിയെടുത്താൽ മതി. ഒത്തിരി അങ്ങ് വെന്ത് പോകേണ്ട കാര്യമില്ല. ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ചേർക്കുക. വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇനിയും ചേർക്കാൻ പോകുന്നത് ഒരു 10 നീളത്തിൽ അരിഞ്ഞ കോവയ്ക്കയാണ്. ഇതുപോലെ തന്നെ വലിയ കഷ്ണങ്ങളാക്കി നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇത് വീണ്ടും ഒരു 5 മിനിറ്റോളം മീഡിയം ഹീറ്റിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴറ്റിയതിന് ശേഷം കറി വെക്കുമ്പോഴാണ് നല്ല രുചിയായിട്ട് വരുന്നത്. ഇത് ഒന്ന് കളർ മാറിക്കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. നേരത്തെ ചേർത്ത ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് നല്ലതായിട്ടൊന്ന് പിടിച്ചു വരാൻ വേണ്ടിയാണ്. കുറച്ചുകൂടെ ഇളത്ത കോവയ്ക്കാണ് ഇത്രയും വേകുന്ന സമയം ആവശ്യമില്ല. ഇതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക. ഇത് തിളച്ചു വരുമ്പോഴത്തേക്കും നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന കൊടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 അല്ലി കൊടംപുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ കൊടംപുളി ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 7 മിനിറ്റോളം മീഡിയം ഹീറ്റിൽ തന്നെ തിളപ്പിച്ച് വേവിക്കുക. ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ കൊടംപുളി ഇതിൽ നിന്നങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. കാരണം പുളി ഇറങ്ങി പിന്നെ ഒത്തിരി പുളിയുടെ ആവശ്യമില്ല. അരയ്ക്കാനായിട്ട് 1 കപ്പ് തേങ്ങ, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു നുള്ള് ജീരകം, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, 3-4 അല്ലി ചുമന്നുള്ളി. ഇതെല്ലാം കൂടെ ഇതുപോലെ തന്നെ നല്ല നെയ്യ് പോലെ അരച്ചെടുക്കണം. ഇവിടെ ഇപ്പം നമ്മളുടെ കഷ്ണങ്ങളെല്ലാം ഒരുമാതിരി വെന്ത് വന്നിട്ടുണ്ട്. കുടംപുളി ഇതിൽ നിന്ന് ഇപ്പോൾ എടുത്തു മാറ്റുകയാണ്. ഇനിയും ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് നന്നായിട്ട് പറ്റിച്ചെടുക്കണം. സാധാരണ ഒത്തിരി നീണ്ട കറിയല്ല, കൊഴുത്ത ചാറോട് കൂടിയ കറിയാണ്. ഇവിടെ ഓൾമോസ്റ്റ് വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. തീ ഏറ്റവും ലോ ഹീറ്റിലേക്ക് ആക്കുക. മൺചട്ടി ആയതുകൊണ്ട് മൺചട്ടിയുടെ ചൂടുണ്ട്. ഇതിലേക്ക് ഈ നേരത്തെ തന്നെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ മിക്സി കഴുകിയ ആ വെള്ളവും കൂടെ ചേർക്കാം. പിന്നെ കൺസിസ്റ്റൻസി അവനവൻ്റെ ഓപ്ഷനാണ്. കൂടുതൽ നീട്ടണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. തേങ്ങ അരച്ച കറിയാണ്. ഇത് തിളയ്ക്കാനായിട്ട് ഇടയാക്കരുത്. മീൻകറിയുടെ അത്രയും തന്നെ നല്ല രുചിയുള്ള ചോറിന് കൂട്ടാൻ പറ്റുന്ന എക്സലൻ്റ് സൈഡ് ഡിഷാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ പരുവമാകുമ്പോഴേക്കും ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ആ ചട്ടിയുടെ ചൂട് മാത്രം മതി. പിന്നെ ഇതിലേക്ക് താളിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഏത് കറിക്ക് ചെയ്യുന്നത് പോലെയും വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ഉലുവായും കൂടെ പൊട്ടിച്ച് മീൻകറിയുടെ പോലെ തന്നെ കറിവേപ്പില, ചുമന്നുള്ളി ഇതെല്ലാം കൂടെ ഈ താളിച്ച ഐറ്റംസ് എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് കൂടെ. നല്ല രുചിയേറിയ മീനില്ലാത്ത മീൻകറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ നിങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു.